പക്ഷെ അത് ഞാനത് പറഞ്ഞതിൻ്റെ കാരണം എനിക്കത് ഫീൽ ചെയ്തു. ഞാനത് അപ്പം തന്നെ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു. യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട് പല വീട്ടിലും പേരൻസ് ഫോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് എതിർക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ പയ്യെ ആ ക്യാരക്ടർ മാറുകയാണ്. അതായത് അവളെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവളെ പോലെ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വേറെ മറ്റു കുട്ടികളെ കാണുമ്പോൾ അവരോടൊപ്പം കൂടി. പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഈ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തപ്പം അവരും അത് കണ്ട് കരഞ്ഞു. അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. കുറേ വീഡിയോസ് എൻ്റെ അമ്മ എടുത്തിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ എടുത്തിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ പല വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ടിൻ്റെയും ഫ്യൂഷനാണ്. വെസ്റ്റേണിൻ്റെയും ഈ ക്ലാസിക്കലിൻ്റെയും ഒരു ഫ്യൂഷൻ. സ്ട്രീറ്റോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ് ഞാൻ മെയിൻലി പഠിപ്പിക്കുന്നതും ഞാൻ ചെയ്യുന്ന കൊറിയോഗ്രാഫി. അതിൻ്റെ എപ്പോഴും പറയും ഭയങ്കര ജാടയാണ്, അന്ന് ഡാൻസ് സൂപ്പർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്നൊക്കെ. ഓക്കെ, ക്യാരക്ടർ റോളിൽ പോയി അതിന് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ. പക്ഷെ അത് മാറി ഹീറോയിൻ ക്യാരക്ടറിലോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ക്ലൗഡ് 9 ലെവൽ ഓഫ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സിനിമയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ഞങ്ങളുടെ ഫുൾ ടീമിനും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് കണ്ടന്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു ഔട്ട്പുട്ട് ആണെന്നൊരു വിശ്വാസമുണ്ട്. സിനിമാ പ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് സാരംഗിയാണ്. ഹലോ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. താങ്ക് യു. ഇപ്പം UK എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു നായികയായിട്ട് തന്നെ അരങ്ങേറ്റം കുറിക്കുകയാണ്. സോ ആദ്യ സിനിമ റിലീസ് ആവുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ആൻസർ ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ആദ്യം റിലീസ് വേറൊരു ദിവസം പ്ലാൻ ചെയ്തു. അപ്പം അന്ന് അതിന് മുന്നേ വരെ ഭയങ്കര നോക്കിയിരിക്കുമായിരുന്നു. അപ്പം അത് പെട്ടെന്ന് പോസ്റ്റ്പോൺ ആയപ്പം ഇനിയും എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും ദിവസം ഇരിക്കണമല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നെർവസും ആണ് കുറച്ച്. പക്ഷെ നല്ല എക്സൈറ്റഡ് ആണ്. എന്താ ഈ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? എൻ്റെ ക്യാരക്ടർ, ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് ഏക എന്നാണ്. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം സാരംഗി എന്നുള്ളൊരു വ്യക്തിക്ക് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഏക. അതായത് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യണം, അവളുടേതായ ഡിസിഷൻസ് ഒക്കെ ഉള്ള ഒരു കുട്ടി. പക്ഷെ എന്നാൽ വീട്ടുകാരെ വെറുപ്പിച്ച് അവരുടെ ഇഷ്ടത്തിന് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾക്ക് അവളുടേതായ കുറച്ച് സ്റ്റാൻഡുണ്ട്. പക്ഷെ എന്നാൽ അവരെ വിഷമിപ്പിച്ച് ഒരു സ്റ്റാൻഡിലോട്ട് പോകാനും പറ്റാത്ത അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഏക ആദ്യം സ്റ്റാർട്ടിങ് ഓഫ് ദ മൂവിയിൽ. പിന്നെ പയ്യെ ആ ക്യാരക്ടർ മാറുകയാണ്. അതായത് അവളെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവളെ പോലെ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വേറെ മറ്റു കുട്ടികളെ കാണുമ്പം അവരോടൊപ്പം കൂടി കുറച്ച് മാറ്റങ്ങൾ വരുത്താനും ചേഞ്ചസ് വരുത്താനും ഒരുമിച്ച് പ്രയത്നിക്കാനും ഒക്കെ കൂടെ കുറച്ച് ആൾക്കാരുള്ളപ്പോൾ അവൾ ആ ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പായി വരികയാണ് സ്റ്റോറി. ഈ സാരംഗി എന്ന പേഴ്സണും ഏക എന്ന ക്യാരക്ടറും തമ്മിൽ എത്രത്തോളം റിലേറ്റബിൾ ആയി? ഒരു 75 to 80% റിലേറ്റബിൾ ആയിട്ടുള്ള ഇതാണ്. കാരണം കുറച്ച് വാശി, വഴക്കൊക്കെ കൂടി നിൽക്കുക വീട്ടിൽ, ഞാനത് ചെയ്യും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനത്തെ ഒരു ഞാനും അങ്ങനെയാണ് റിയൽ ലൈഫിൽ. സോ അങ്ങനെയൊക്കെ കുറച്ച് റിലേറ്റബിലിറ്റി ഉണ്ട്. ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കുറച്ചുകൂടെ അപ്പം എളുപ്പമായിരിക്കും അല്ലേ? എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ഞാനിങ്ങനെ അച്ഛനെ വിളിച്ച് അടി കൂടുന്ന ഒരു സീനായിരുന്നു സിനിമയിൽ, ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സീൻ. അപ്പോൾ അത് തന്നെ ഇങ്ങനെ അരുൺ ചേട്ടനൊക്കെ ഷോട്ട് പറഞ്ഞു തന്നിട്ട് ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞിട്ട് നല്ല ശീലം ഉണ്ടെന്ന് തോന്നല്ലോ എന്നാ ആദ്യം പറഞ്ഞത്. അങ്ങനെയല്ല, പക്ഷെ ഈസി ആയിരുന്നു. ആ ഒരു സെയിം ഏജും അണ്ടർഗോ ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ് ഒക്കെ സിമിലർ ആയിരുന്നു. അതുകൊണ്ട് ഇതിപ്പം ഇങ്ങോട്ടേക്ക് വന്നൊരു ഓഫർ ആയിരുന്നല്ലോ. ഇപ്പം ഇതിന് മുന്നേ 2-3 ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പല ഇന്റർവ്യൂസിലായിട്ട് ഇങ്ങനെ കേട്ടു. അപ്പം അതിനുശേഷം ഇങ്ങോട്ടേക്കായിട്ട് ഒരു ഓഫർ വന്നു. ഒരു ഡാൻസർ ആയിരുന്നു. ഒരു ഡാൻസറിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ആക്ടിങ് എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടാകും. സോ ഇങ്ങോട്ട്, അതും അരുൺ വൈഗ എന്ന് പറയുന്ന ഇപ്പം ഗുണ്ടജയൻ എന്ന സിനിമ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നൊരു സിനിമ, ആ ഒരു ഓഫർ വന്നപ്പോൾ എന്തായിരുന്നു തോന്നിയത്? അരുൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അരുൺ ചേട്ടൻ ആദ്യം എൻ്റെ ഡാൻസ് കണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ റിക്വസ്റ്റിൽ വന്നുകൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു ഫസ്റ്റ്. അപ്പൊ അതൊരു വർഷം മുന്നേ ഒക്കെ അയച്ചാ. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഡാൻസ് വീഡിയോ കഴിഞ്ഞ് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അരുൺചേട്ടൻ പറഞ്ഞു ഒരു ക്യാരക്ടറിനായിട്ട് ഫേസ് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ റിക്വസ്റ്റ് കണ്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. അരുൺചേട്ടൻ എപ്പോഴും പറയും ഭയങ്കര ജാടയാണ്, അന്ന് ഡാൻസ് സൂപ്പർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്താവില്ലേ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഓക്കെ, പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പോയി അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്ക് ലാസ്റ്റ് മാത്രമാണ് ഈ ഏക എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ
അതായത് ഹീറോയിൻ ക്യാരക്ടറിൻ്റെ ഒരു സീക്വൻസ് ചെയ്യിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് വന്ന കുട്ടികളായിരുന്നു അവിടെ എല്ലാവരും. ഈ ഏകയുടെ ക്യാരക്ടറിന് വേറൊരു കുട്ടിയെ ഓൾമോസ്റ്റ് കൺഫേം ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ എല്ലാം ബാക്കി ഫ്രണ്ട്സിൻ്റെ സീക്വൻസ് ഒക്കെ നമ്മൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സീക്വൻസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് വിട്ടു, ഞാൻ അതിനെപ്പറ്റി വിട്ടു. ഏതൊരു ഓഡിഷനും പോലെ ഞാൻ അതിനെ കണ്ടു. പിന്നെ ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് കോള് വന്നത്. അപ്പോൾ കോള് വരുമ്പോൾ പറയുന്നത് ഈ ഏക എന്നുള്ള ക്യാരക്ടറിലോട്ടായിരുന്നു. അപ്പം ഞാൻ മൊത്തത്തിൽ ഭയങ്കര പ്ലിങ്ങായിപ്പോയി. ഓക്കെ, ക്യാരക്ടർ റോളിന് പോയി, അതിന് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ. പക്ഷെ അത് മാറി ഹീറോയിൻ ക്യാരക്ടറിലോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ക്ലൗഡ് 9 ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഡാൻസ് വളരെ ചെറുപ്പം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. ഞാനൊരു 6 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ക്ലാസിക്കലിലാണ് മെയിൻലി ട്രെയിൻഡ്. ഒരു 15 ഇയേഴ്സോളം ക്ലാസിക്കൽ, അതായത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഡാൻസ് ഫോംസിൽ ട്രെയിൻഡാണ്. പിന്നെ അതിനുശേഷം ഒരു 11th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ് പിന്നെ അല്ലാത്ത ഹിപ്പ് ഹോപ്പിൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ കോളേജിൽ കയറി, ഇപ്പം കോളേജിൻ്റെ ഡാൻസ് ടീമിൽ കയറി, അങ്ങനെ അവിടെ കുറേ ഫോംസിൻ്റെ ബേസിക്സ് പഠിച്ചു. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ടിൻ്റെ ഫ്യൂഷനാണ്. വെസ്റ്റേണിൻ്റെയും ഈ ക്ലാസിക്കലിൻ്റെയും ഒരു ഫ്യൂഷൻ, സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ് ഞാൻ മെയിൻലി പഠിപ്പിക്കുന്നതും ഞാൻ ചെയ്യുന്ന കൊറിയോഗ്രഫീസും ഒക്കെ. ഇപ്പം നമ്മൾ ഈ മുൻപ് കാലത്ത് ഇപ്പം മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, നവ്യ നായർ, ഇവരുടെ ആ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ ആക്ട്രസ് എല്ലാവരും ഡാൻസേഴ്സ് ആയിരുന്നു. ഇവരെല്ലാം ഡാൻസിൽ നിന്നും ഇപ്പം കലോത്സവ വേദികളിൽ നിന്നും കലാതിലകൊക്കെ അങ്ങനെയൊക്കെ സിനിമയിലേക്ക് വന്നവരായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ട്രെൻഡ് മാറി. പലരും സിനിമയിൽ വന്നല്ലേ നായികയല്ലേ നായകനായിട്ട് അവിടെ നിന്ന് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സാരംഗിയെ പറ്റി നോക്കിയപ്പോഴും പ്രൊഫൈൽ നോക്കിയപ്പോഴും ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴൊക്കെ എനിക്ക് ആ ഒരു കാലഘട്ടം പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഡാൻസർ ഒരു നായികയായിട്ട്, ലൈക്ക് ഡാൻസിലൂടെ തന്നെ നായികയായി വരുന്ന കുറച്ച് നാളായി അങ്ങനെ ഒരു ഇത് വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു ഡാൻസർ എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ആക്ടിങ്ങിലേക്ക് വരുമ്പം എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഡാൻസ് ചെയ്യുമ്പം ലൈക്ക് അഭിനയിച്ചുകൊണ്ട് തന്നെയാണ്. ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പം ഇപ്പം ഭരതനാട്യം, മോഹിനിയാട്ടം ഇതെല്ലാം ചെയ്യുമ്പോൾ മുഖത്ത് അഭിനയിക്കുന്നുണ്ട് നമ്മൾ. അപ്പം അത് സിനിമയിലേക്ക് വരുമ്പം അല്ല അഭിനയത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് ശരിക്കും? അത് സത്യം പറഞ്ഞ അതിലൊരു ചെറിയ ചാലഞ്ച് ഉണ്ട്. കാരണം നമ്മൾ ഡാൻസിൽ എപ്പോഴും കുറച്ച് മീറ്റർ മേലെയാണ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇമോഷൻസ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും കുറച്ച് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചാലേ, കാരണം അതൊരു സ്റ്റേജ് പെർഫോമൻസ് അല്ലേ ഡാൻസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരെയുള്ള ഒരു ഓഡിയൻസിലേക്ക് വരെ നമ്മുടെ മൂവ്മെൻറ്റും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും എത്തണം. സോ നമ്മൾ ഒരു സിനിമയിൽ ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തെല്ലാം സട്ടിലിറ്റിയാണ്, സട്ടിൽ ഇമോഷൻസ്, സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻ ചേഞ്ചസ് ഒക്കെയാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതലും പ്രശംസിക്കുന്നത്. അപ്പോൾ ഡാൻസിൽ നമ്മൾ അത്രയും എക്സാജറേറ്റഡ് ഇമോഷൻസ് കാണിച്ചിട്ട് പെട്ടെന്ന് ഇതിലോട്ട് വരുമ്പം ആ സ്വിച്ച് ഒന്ന് മാസ്റ്റർ ചെയ്യാൻ കുറച്ച് ടൈമും കുറച്ച് പ്രാക്ടീസും വേണം. അപ്പം ഞാൻ ഡ്രാമ ചെയ്യുമായിരുന്നു. ഞാൻ കോളേജിലെ തിയേറ്ററിൽ പാട്ടായിരുന്നു. അപ്പം തിയേറ്ററിലും ഈ ഒരു ഇതുണ്ട്. നമ്മളെപ്പോഴും കുറച്ച് മീറ്റർ മേലെ പെർഫോം ചെയ്യുന്ന സ്റ്റേജ് പെർഫോമൻസ് ആകുമ്പോൾ. പക്ഷേ സിനിമയിൽ വരുമ്പോൾ അതെല്ലാം കട്ട് ഡൗൺ ചെയ്യണം. പക്ഷെ എനിക്കിത് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ പറ്റി. അതായത് എക്സ്ട്രീം പോകണമെങ്കിൽ എക്സ്ട്രീമും പോവാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനും പറ്റും. ആ ഒരു റേഞ്ച് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് മേ ബി ഡാൻസും തിയേറ്ററും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഡാൻസർ ആയതുകൊണ്ടാണോ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നത്? ആവണം കേട്ടോ. കാരണം ആദ്യം ഇപ്പോഴും എൻ്റെ പാഷൻ ഡാൻസ് തന്നെയാണ്. അപ്പോൾ ആ ഡാൻസിനോട് ആദ്യമായി തോന്നിയ ആ ഒരു ക്രേവിങ്ങും ആ പാഷനും അല്ല ആക്ടിങ്ങിനോട് തോന്നിയിട്ടുള്ളത്. കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഡാൻസിൽ ഒരു സ്റ്റേറ്റ് എത്തിയതിന് ശേഷമാണ് ആക്ടിങ്ങിലോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. അതിപ്പം പറഞ്ഞ പോലെ ഡാൻസിൻ്റെ ഒരു ഭാഗമാണല്ലോ ആക്ടിങ്. അപ്പം ഡാൻസിലൂടെ വന്ന ഒരു ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാര്യത്തിൽ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ, നവ്യ നായർ അവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ശോഭന മാമാണ് ഭയങ്കരമായിട്ട്. അങ്ങനെ ഇപ്പം മണിച്ചിത്ര താഴ്ന്നൊരു സിനിമ സത്യം പറഞ്ഞാൽ അതൊരു ഡാൻസർ ഭയങ്കര ഒരു ക്യാരക്ടർ വെച്ച് ഞെട്ടിച്ച ഒരു പെർഫോമൻസ് അല്ലേ. അപ്പോൾ ഇപ്പോൾ മഞ്ജു ആണെങ്കിലും അവരൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ലുക്കപ്പ് ടു ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പം നവ്യ ചേച്ചി, കാവ്യ ചേച്ചി എല്ലാവരും അതെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. UK ഡാൻസിനും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണോ? ഡാൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ഉണ്ട്. രസമാല എന്ന് പറഞ്ഞൊരു സോങ് ഫുൾ ഡാൻസ് ആണ്. അപ്പം രഞ്ജിത്തും ഡാൻസറാണ്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് അതിൽ. അപ്പം അതുകൊണ്ട് ഇപ്പം ഡയറക്ടറിനാണെങ്കിലും അത് ഈസിയായി. ഞങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് ആയതുകൊണ്ടും ആ ഒരു സോങ് കൊറിയോ ചെയ്ത് അങ്ങനെ ഒരു ഇതിൽ ഷൂട്ട് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി ഈസിയായി. പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാച്ചപ്പ് ചെയ്ത ഒരുപാട് പ്രാക്ടീസ് ഒന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ലതായിരുന്നു.
രഞ്ജിത്തിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? രഞ്ജിത്തിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആദ്യം ഞാൻ രഞ്ജിത്തിനെ കണ്ട് ഭയങ്കര ഇന്റിമിഡേറ്റഡ് ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ, പുള്ളി കുറച്ച് റിസർവ്ഡ് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ നേരെ തിരിച്ചു പോവാം. ഞാൻ കുറച്ചധികം സംസാരിക്കും, പെട്ടെന്ന് തന്നെ കമ്പനി ആവുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ആദ്യം രഞ്ജിത്തിനെ പ്രാക്ടീസിന് ടൈമിലാണ് കാണുന്നത്. അപ്പം ഞാൻ ഓടിപ്പോയി, ഞാൻ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചേട്ടാന്ന് വിളിച്ചാൽ അഡ്രസ്സ് ചെയ്ത്. അപ്പം രഞ്ജിത്ത് ഇങ്ങനെ അയ്യോ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, യു ക്യാൻ കോൾ മീ രഞ്ജിത്ത്, ഇറ്റ്സ് ഫൈൻ. ഞാൻ ഓക്കെ, ഞാൻ വെച്ച് ഒരു ബഹുമാനം കൊടുക്കാന്നുള്ള രീതിക്ക് സംസാരിച്ചു. പിന്നെ ഷൂട്ട് സമയത്ത് രഞ്ജിത്ത് കുറച്ച് പ്രീ ഓക്യുപ്പൈഡ് ആണ് മൈൻഡിൽ. കാരണം രഞ്ജിത്ത് ഇത് നേരത്തെ പ്രെപ്പൊക്കെ ചെയ്താണ് ഒരു സീന് വരുന്നത്. സോ ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരുപാട് സംസാരിക്കും, ഒരുപാട് കമ്പനി അടിക്കുന്ന ഒരു ശീലം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ ചില സീക്വൻസ്, അതായത് മ്യൂസിക്കലി പോകുന്ന സീക്വൻസസ് ഉണ്ട് നമ്മുടെ മൂവിയിൽ. അപ്പം അവിടെ നമുക്ക് ഡയലോഗോ നമ്മളായിട്ട് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ചില ബൈക്ക് സീക്വൻസ് ഒക്കെ ഫുൾ മൗണ്ട് ചെയ്തൊരു വെഹിക്കിളിൽ നമ്മളെ വലിച്ച് കൊണ്ടുപോകുന്ന ഒരു എലവിഴ പൂഞ്ചിറ ആ സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സീക്വൻസ് ആണ്. അപ്പം അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമ്മൾ ബൈക്കിൽ കയറി ഇങ്ങനെ ഇരിക്കുക, അവർ ക്യാമറ റിഗ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഒരുപാട് രഞ്ജിത്തിനെ കളിയാക്കുമായിരുന്നു. അപ്പൊ ആദ്യം രഞ്ജിത്ത് അങ്ങനെ എന്നെ കളിയാക്കത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് രഞ്ജിത്തും തിരിച്ച് ട്രോളാൻ തുടങ്ങി. പിന്നെ പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി എല്ലാവരും. കാരണം നമ്മൾ ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊമോഷൻസ് ആ ഒരു ഇതിൽ. നമ്മൾ ഓരോ കോളേജിൽ പോകുമ്പോഴും വേറെ ഡിസ്ട്രിക്ട്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം വാനിൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഭയങ്കര കമ്പനിയായി, ഭയങ്കര സിങ്കായി. ഈ പ്രൊമോഷൻസിനെ പറ്റിയും കൂടെ ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു. നേരത്തെ ഡയറക്ടറായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു ഇപ്പം എല്ലാവരെയും ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നു, എല്ലാവരും ആ ഒരു ഇൻ്റർവ്യൂസിനോടും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ടെന്നൊക്കെ. സോ ഈ ഒരു ഇപ്പം സിനിമയിലോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രൊമോഷൻസ്, ഇൻ്റർവ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ആ ഒരു സൈഡ് എങ്ങനെയുണ്ട് ശരിക്കും? ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. സോ അതുകൊണ്ട് അത് ചെയ്യാൻ എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അത് നല്ലപോലെ ചെയ്യണം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം വായിന്ന് മണ്ടത്തിലൊന്നും വരരുതെന്നുമുണ്ട്, എന്നാൽ തീരെ കുറവ് സംസാരിക്കരുതെന്നുണ്ട്. ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. അപ്പം അതൊക്കെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും പ്രൊമോഷൻസിന് കോളേജസിൽ പോയി ഡാൻസ് ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് ആ ഒരു സിൻസിയറിറ്റിയുടെ കൂടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്ത് തോന്നുന്നു ഇന്റർവ്യൂ എടുത്തിട്ട്? അല്ല, എനിക്ക് ഇതാണ് ആവശ്യം. നമ്മളെ ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നന്നായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അധികം സംസാരിക്കും. ഞാൻ ഇന്റർവ്യൂസ് പക്ഷെ കണ്ടപ്പം അതിൽ കൂടുതലും ഗ്രൂപ്പ് ഇന്റർവ്യൂസും കൂടെ ആണല്ലോ, നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല എത്രത്തോളം ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അധികം മിണ്ടാറില്ല. ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കാറുള്ളൂ. അപ്പൊ ഏത് ഇന്റർവ്യൂ കണ്ടേന്ന് അറിയില്ല. ഞാൻ കുറച്ച് നോക്കിയായിരുന്നു, സാരംഗിയുടെയും രഞ്ജിത്തിന്റെയും നോക്കിയായിരുന്നു. ജോൺ ചേട്ടനുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 3 ആൾക്കാർ ഒരുമിച്ചുള്ളത് കണ്ടിട്ടുണ്ട്, അരുൺ ചേട്ടനും കൂടെ ഒക്കെ. അതിലെല്ലാം ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ഞാനപ്പോൾ വിചാരിച്ചു ഗ്രൂപ്പിൽ സംസാരിക്കുന്നുണ്ട്, സിംഗിൾ ഇന്റർവ്യൂ വരുമ്പോൾ എങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ മനസ്സിലായി നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം നോർമലി എങ്ങനെയാണോ, ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണോ? ഞാൻ ആംബിവേർട്ടാണ്. ഞാൻ ഒരാളുമായിട്ട് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ എന്നെ കണ്ട എക്സ്ട്രോവേർട്ട് ആയിട്ടേ തോന്നുള്ളൂ ഞാൻ സംസാരിക്കുന്ന രീതി കണ്ട. പക്ഷെ അങ്ങനെ അല്ല ആക്ച്വലി. ഞാനൊന്ന് നല്ല കംഫർട്ടബിൾ സ്പേസിൽ കയറിയാലേ ഭയങ്കരമായിട്ട് ലൈക്ക് ഓപ്പൺ അപ്പ് ആവുള്ളൂ. അതുവരെ ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷെ അങ്ങനെ ഭയങ്കര കമ്പനി അല്ല. ഇപ്പൊ സാരംഗിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഒരു ലൈക്ക് കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും? കംഫർട്ട് സോൺ ഐ മീൻ എൻ്റെ ലൈഫിലോ എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട്. എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം, ലൈഫിൻ്റെ എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ ലൈക്ക് പില്ലർ, ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഫാമിലിയും വരും. അച്ഛൻ, അമ്മ, ചേട്ടൻ, അവർ 3 പേരാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഡാൻസ് ആയിക്കോട്ടെ, ഞാൻ BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും ഭയങ്കര അക്കാഡമിക്കലി എക്സൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ അച്ഛൻ ഒരു ISRO സയൻറ്റിസ്റ്റ് ആയിരുന്നു, അമ്മ BSc MSc BEd എല്ലാം റാങ്ക് ഹോൾഡർ ആയിരുന്നു. എൻ്റെ ചേട്ടൻ CET കോളേജിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു. അപ്പം ഭയങ്കര അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും മൊത്തത്തിൽ എല്ലാവർക്കും എന്നിലും ആ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. അതൊരു എൻ്റെ ഈ ഫാമിലിയിലല്ല, പക്ഷേ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ, മൊത്തത്തിലൊരു എല്ലാവരും അങ്ങനെ ഓക്കെ ഞാനും ചിലപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് അങ്ങനെ ഒരു പാതയിൽ പോകും എന്നാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. എൻ്റെ അമ്മൂമ്മയ്ക്ക് പോലും സത്യം പറഞ്ഞാൽ അതായിരുന്നു ആഗ്രഹം. ഇപ്പം ഞാൻ സിനിമയിലൊക്കെ കയറിയെങ്കിലും അതിൽ ചെറിയ സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ പിന്നീടുള്ള ഹയർ സ്റ്റഡീസ് നിർത്തിയതിൽ ചെറിയ പരാതിയുണ്ട്.
അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്കും ഇതേപോലെ 12th ഞാൻ സ്കൂൾ ടോപ്പറായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് സിനിമ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനും ആ ഒരു ഫ്ലോയിൽ സത്യം പറഞ്ഞാൽ BSc എടുത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ എനിക്ക് PG ന്യൂറോ സയൻസ് എടുത്ത് ഞാനൊരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സയൻസ് റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ ഞാൻ BSc സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഇതല്ല എനിക്ക് ചെയ്യേണ്ട കാര്യം, ഇതിലല്ല ഞാൻ എൻ്റെ സ്ട്രെങ്ത്തും ഫോക്കസും കൊടുക്കണ്ടേ എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ പക്ഷെ അത് ഞാനത് പറഞ്ഞതിൻ്റെ കാരണം എനിക്കത് ഫീൽ ചെയ്തു. ഞാനത് അപ്പം തന്നെ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു, അതായത് ഞാൻ ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ഒരു ഡിസിഷനായിട്ട് പറഞ്ഞു. അപ്പോൾ യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട് പല വീട്ടിലും പേരൻസ് ഫോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് എതിർക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എൻ്റെ പേരൻസ് ഒരിക്കൽ പോലും അങ്ങനെ എൻ്റെ ആ ഒരു ഡിസിഷനെ ക്വസ്റ്റ്യൻ ചെയ്യുമോ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ചെയ്യേണ്ട, പഠിച്ചിട്ട് അതും എടുക്കണം, അത് കഴിഞ്ഞിട്ട് നോക്കാം, അങ്ങനെയൊന്നും അവരൊരു ബേസിക് ഡിഗ്രി ആയിരുന്നു ആവശ്യം. അത് ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡാൻസിലോട്ടായിരുന്നു. ഡാൻസിലായിക്കോട്ടെ അതിലും ഇവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഡാൻസ് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. എനിക്ക് ആ സമയത്ത് ഇതേപോലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല. എങ്ങനെയാ ആൾക്കാരിലോട്ട് എത്തുക അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റ് എങ്ങനെയാ ഒരു സ്ഥലത്ത് പോർട്രേ ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയത്ത് ഞാൻ കോവിഡ് ലോക്ക്ഡൗൺ സമയത്തൊക്കെ തൊട്ട് ഇങ്ങനെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഡാൻസ് വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ പോസ്റ്റ് ചെയ്ത് പിന്നെ അപ്പം ഈ വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും ഒക്കെ ഫാമിലി എൻ്റെ കുറേ വീഡിയോസ് എൻ്റെ അമ്മ എടുത്തിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ എടുത്തിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ പല വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവരാണ് എൻ്റെ കംഫർട്ട്. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ ഇപ്പം എൻ്റെ നമ്മുടെ UK ഒക്കെ ക്രൂ ഭയങ്കര വലിയൊരു കംഫർട്ട് സ്പേസ് ആണ്. ഇപ്പം നമ്മുടെ ഡയറക്ടർ അരുൺ ചേട്ടൻ, കൂടെയുള്ള കാസ്റ്റ് ഇപ്പം രഞ്ജിത്ത് ഉൾപ്പെടെ, മൂസി, മെറീസ, ചാന്ദിനി, അഖില, നമ്മളെല്ലാവരും ഭയങ്കര സിങ്കായി. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, അപ്പം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതും പ്രൊമോഷൻസിന് പോകുന്നത് അതൊക്കെ ഭയങ്കര ഒരു ഫണ്ണായി മാറി. മോർ ദാൻ വർക്ക് ഓർ ഒരു പ്രൊഫഷണൽ ആസ്പെക്റ്റിനേക്കാളും അതൊരു എൻജോയ്മെൻ്റ് ആയി. ആരെങ്കിലും ഒരു വീഡിയോ അരുൺ ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റർ കണ്ടിട്ട് കണ്ണ് നിറയുന്ന ഒരു വീഡിയോ. ആ സമയത്ത് ആ ഒരു ഇമോഷൻ ശരിക്കും എന്തായിരുന്നു? എങ്ങനെ പറയാൻ പറ്റും? വേർഡ്സിലൂടെ പറയാൻ പറ്റുന്നതാണോ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് വേർഡ്സിലൂടെ പറയാൻ അറിയില്ല. അത് പെട്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിക്റ്റ് എനിക്ക് എൻ്റെ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കണമായിരുന്നു. അപ്പം അമ്മ ആ സമയത്ത് ഫോൺ എടുത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി, ആദ്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ പല ഒരു മിക്സഡ് ഫീലിംഗ് അടിച്ചു തുടങ്ങി. അതൊരു എന്താ പറയുക, കുറേ നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് പണിയെടുത്തിട്ട് ഫൈനലി ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ഉണ്ടല്ലോ, അതായിരുന്നു അതാ ഒരു ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയില്ലേ, അതായിരുന്നു. അമ്മ എന്നിട്ട് ഇത് കണ്ടിട്ട് എന്തായിരുന്നു പറഞ്ഞത്? അമ്മ വീഡിയോ കോൾ ചെയ്ത് അമ്മ കരയുമായിരുന്നു. പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഈ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തപ്പം അവരും അത് കണ്ട് കരഞ്ഞു. അങ്ങനെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പം 20-ാം തീയതി ജൂൺ 20-ന് സിനിമ റിലീസാവാണ്. എന്ത് തോന്നുന്നു? എന്താണ് ഇത് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്ന് പോയി കാണണം. അതായത് സിനിമയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഫുൾ ടീമിനും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് കണ്ടന്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ലൊരു ഔട്ട്പുട്ട് ആണെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് ആൾക്കാരിൽ എത്തുക, പലരും ഇപ്പം നല്ല സിനിമകൾ പോലും തിയേറ്ററിൽ ഫ്ലോപ്പായിട്ട് OTTയിൽ വന്ന് ഹിറ്റ് അടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും അത് ആൾക്കാർ അറിയാത്തത് കൂടെ കൊണ്ടാണ്. അതായത് തിയേറ്ററിൽ ഇങ്ങനെ ഒരു പടം വന്നു എന്ന് ആൾക്കാർ അറിയാത്തത് കൂടെ ഒരു റീസണാണ് തിയേറ്ററിൽ അത് ഫ്ലോപ്പായി പോകുന്നത്. അപ്പം ഞങ്ങളുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയുക, അതൊന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഫൈൻ, പക്ഷെ കാണാതെ പോകരുതെന്നാണ് ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയാണത്. അപ്പം ഞങ്ങളത് അതേപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരിലും എത്തിക്കാനും. എല്ലാവരും ഒന്നൊന്ന് കാണണം. കാരണം നമ്മൾ നമ്മുടെ നാട് അല്ലെങ്കിൽ നാടിനെ സ്നേഹിക്കുന്ന ഒരാൾ കണ്ടിരിക്കേണ്ട, മലയാളി എന്നുള്ളൊരു നിലയ്ക്ക് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നമ്മൾ വളരെ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അത് റിലേറ്റബിൾ ആണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലോ ഒരു കുടുംബത്തിലോ നമുക്കറിയാവുന്ന കസിൻസിനോ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒരാൾ ഇതേപോലെ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നിപ്പിക്കും ആ ഒരു സിനിമ. ആ ഒരു വിശ്വാസമുണ്ട്. ആൾക്കാർ കണ്ടാൽ അത്
സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ചില സിനിമകളും തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ആളുകളിലേക്ക് എത്താതെ പോയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു രഞ്ജിത്ത് സദേവൻ്റെ ഭാഗമായിട്ടുള്ള കൽബ് എന്ന സിനിമ. അത് തിയേറ്ററിൽ ഇറങ്ങി ആൾക്കാർക്ക് കാണാനുള്ളൊരു സ്പേസ് ഉണ്ടായില്ല, അതിന് വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിൽ. അത് ആൾക്കാർ കയറാഞ്ഞതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു. പക്ഷെ OTT വന്നപ്പം ഈ അടുത്ത കാലത്ത് ഇത്രയും OTTയിൽ ഇറങ്ങി ഇത്രയും ഒരു റീച്ച് കിട്ടിയ ഒരു സിനിമ വേറെ ഇല്ലായിരുന്നു. കൽബിനായിരുന്നു അത്രയും ഭയങ്കര ഒരു വൈഡ് റേഞ്ചിലോട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഒരു പുതുമുഖ നായിക എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കാൽവെച്ച ഒരാൾ എന്ന രീതിയിൽ ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം കൺസേൺ ആയിരിക്കും? സ്വന്തം സിനിമ അത് ക്വാളിറ്റി വൈസ് എല്ലാം കൊണ്ട് സിനിമാറ്റിക് രീതിയിലും എല്ലാ രീതിയിലും മികച്ചൊരു സിനിമ ആയാൽ പോലും ആളുകളിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അത് നല്ല പേടിയുണ്ട് സത്യം പറഞ്ഞത്. നെർവസ് ആണെന്ന് പറയുമ്പം സിനിമ കണ്ടിട്ട് ആൾക്കാർ മോശം പറയുമോ എന്നുള്ളതിനേക്കാളും പേടിയും വിഷമം സിനിമ ആൾക്കാർ കാണുമോ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പിന്നെ ഭയങ്കര സ്റ്റാർ കാസ്റ്റോ നമുക്കങ്ങനെ അങ്ങനത്തെ ഒരു ഇതല്ല. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ എന്നാൽ ഒരു വലിയ സ്കെയിലിൽ നമ്മൾ എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ആൾക്കാരൊന്ന് അറിഞ്ഞ് അത് കാണുക. അപ്പം ഞങ്ങൾ അതുകൊണ്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യാണ്. ഞങ്ങൾ ഒരു തട്ടുകട പ്രൊമോഷൻ വരെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റീലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ഇറങ്ങി നടന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പം ഇപ്പം പറഞ്ഞ ആ പോയിന്റ് സത്യം പറഞ്ഞാൽ വളരെ പേടിയുള്ളൊരു കാര്യമാണ്. ആൾക്കാർ കാണാതെ പോവോ അറിയാതെ പോവോ എന്നുള്ളൊരു കൺസേൺ ഭയങ്കരമായിട്ടുണ്ട് മനസ്സിൽ. മുമ്പൊക്കെയെന്ന് വെച്ചാൽ പക്ഷെ നമ്മുടെ ഈ ഒരു 5 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ഇത്രയും സിനിമകൾ പ്ലാറ്റ്ഫോംസും ഇല്ലായിരുന്നല്ലോ പണ്ട്. ഇപ്പം കുറച്ച് കാറ്റഗറൈസ് ആവും. ഇത് തിയേറ്റർ ഫിലിം അല്ലെങ്കിൽ ഇതൊരു OTT വാച്ച് അങ്ങനൊരു ഇത് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൂവി ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചാണ്. കാരണം അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഇപ്പോൾ വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്, മ്യൂസിക് രാജേഷ് മുരുകേശനാണ്, അപ്പോൾ പിന്നെ ക്യാമറ ചെയ്തേക്കുന്നത് സിനോജായിട്ടനാണ്. അപ്പം നല്ല ടെക്നിക്കൽ ടീമാണ്. അപ്പം അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും എല്ലാം അവരുടെ എല്ലാവരുടെയും മാക്സിമം ചെയ്തൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്താലേ അതിൻ്റെ ഒരു നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണണം. ഇതൊരു OTT വാച്ച് മൂവി ആയിട്ട് മാത്രം കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു സിനിമ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ജൂൺ 20 സിനിമ റിലീസാവുകയാണ്. ആദ്യത്തെ സിനിമ തന്നെ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.